പ്രിയപ്പെട്ട കൂട്ടുകാരോടെല്ലാം ഒരു പുതിയ കാര്യം, ഞങ്ങളുടെ നാടിൻ്റെ, എൻ്റെ കല്ലുമലയിൽ എൻ്റെ വീടിൻ്റെ പരിസരം ഉൾപ്പെടെയുള്ള ഏരിയയെക്കുറിച്ചൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. സത്യമായ കാര്യമാണ്, അല്ലാതെ അത് ഇല്ലാത്ത കഥകളല്ല. ഞങ്ങളുടെ ആ പരിസരം മൊത്തം വളരെ എന്തോ അറിയില്ല, വളരെ അപകട മരണങ്ങളും ദുർമരണങ്ങളും സംഭവിക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറി. നമ്മുടെ കല്ലുമലയിൽ, ഞങ്ങളുടെ കോളേജിൻ്റെ തെക്ക് സൈഡിലുള്ള പള്ളിയുടെ തെക്കതിൽ ഏരിയ മുഴുവനും. കാര്യം അത് ആത്മഹത്യ, അപകട മരണങ്ങൾ, ഇത് ഞങ്ങളുടെ ലൈനിലെല്ലാം ധാരാളമുണ്ട്. ഫസ്റ്റ് നടന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അണ്ണൻ ചന്ദ്രദാസ് അണ്ണൻ ബൈക്ക് അപകടത്തിൽ, ബുള്ളറ്റ് അപകടത്തിൽ തെക്കേക്കരയിൽ വെച്ച് മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ഏരിയയിൽ ഓരോ മരണങ്ങളും ആത്മഹത്യകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം എന്നറിയില്ല. ഞങ്ങളുടെ ലൈൻ മുഴുവനും ഓരോ വീടും എണ്ണി ഓരോ വീടും നിരീക്ഷിച്ചാൽ ഓരോ വീട്ടിലും ഓരോ സംഭവങ്ങളുണ്ട്. ആർക്കും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത, പുറമേ സന്തോഷവും സമാധാനവും ഉണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ആർക്കും ആ സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ടാണ് ഞങ്ങളുടെ കല്ലുമലയിൽ 307 നമ്പർ ശാഖയുടെ ശിവക്ഷേത്രത്തിനും ഗുരുമന്ദിരത്തിനും പരിസരമായ എല്ലാ വീടുകളിലും. എന്തു കാരണം എന്നറിയില്ല, ഓരോ വീടുകളിലും തൂങ്ങി മരണങ്ങൾ, അപകട മരണങ്ങൾ, വീട്ടിലെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഓരോ രോഗങ്ങൾ, പിന്നെ മാനസികാവസ്ഥ ശരിയല്ലാത്ത അവസ്ഥ, പിന്നെ മക്കളും അമ്മയും അച്ഛനും ദൂരമായിരിക്കുന്നു, അമ്മയും അപ്പനും മാത്രം വീടുകളിലുണ്ട്, രോഗാവസ്ഥ, അപകടങ്ങൾ, വളരെ അപകടകരമായ, വളരെ ദുരന്തമാണ് ഞങ്ങളുടെ കല്ലുമലയിൽ. ഞങ്ങളുടെ ആ കുരിശുമൂടിന് കിഴക്കോട്ട് ആക്കനാട്ടുകാരയ്ക്ക് മുമ്പ് വരെ ഓരോ വീട്ടിലും, ഏത് വീട് നോക്കിയാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ് ആത്മഹത്യ. എത്ര ഞങ്ങളുടെ ഏരിയയിലുള്ള വീടുകളിലെല്ലാം, എൻ്റെ അയലത്ത് എൻ്റെ പാപ്പൻ്റെ മകൻ, എൻ്റെ അയലത്തെ ഞങ്ങളുടെ സ്വന്തം അണ്ണൻ, പിന്നെ ഞങ്ങളുടെ ഒരു പാപ്പൻ, അപ്പുറത്തൊരു മീരാൻറ്റി, ഇവരൊക്കെ ആത്മഹത്യ ചെയ്തതാണ് വീടിനകത്ത്. പിന്നെ ഒരു ഗോപി എണ്ണം പണ്ട് കാലത്ത്, അതൊക്കെ കുറേ പേര് ആത്മഹത്യ ചെയ്തു സ്വയമേ. പിന്നെ കുറേ പേര് അപകട മരണങ്ങൾ. റീസെൻ്റ് ഞങ്ങളുടെ അവിടുത്തെ കിണറ്റിൽ വീണവരൊക്കെ മരിച്ചു. ഞങ്ങളുടെ ഒരച്ചായൻ വീടിൻ്റെ മുമ്പിൽ നിന്ന് ബൈക്ക് വന്നിടിച്ച് മരിച്ചു. ഞങ്ങളുടെ അപ്പുറത്തെ ഒരു ആൻറ്റി, ഒരമ്മച്ചി അമ്പലത്തിലോട്ട് പോയപ്പം ബൈക്ക് വന്നിടിച്ച് മരിച്ചു. എൻ്റെ വീട്ടിൽ തന്നെയും എൻ്റെ അമ്മയും കൂടി ഒരു നോർമൽ ഡെത്തായിരുന്നല്ലത്. അങ്ങനെ ഓരോ വീട്ടിൽ അങ്ങനത്തെ മരണങ്ങൾ. പിന്നെ രോഗം. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഒരു അണ്ണൻ ശരീരത്തിൻ്റെ താഴ്ഭാഗം തളർന്ന് വർഷങ്ങളോളം ഇപ്പോഴും ആ അവസ്ഥയിൽ. അപ്പുറത്തെ ഒരു അമ്മച്ചി, ഒരമ്മാമ്മ, അപ്പുറത്തെ ഒരു പിന്നെ അങ്ങനത്തെ രോഗാവസ്ഥയിലുള്ള കുറേ ആളുകൾ. അത് സാധാരണ രോഗാവസ്ഥയല്ല, അത്
ഭയങ്കര ഒരാളുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാൻ വയ്യാത്ത ഒരവസ്ഥയിലുള്ള രോഗാവസ്ഥ. പിന്നെ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ, ജനിച്ചവരുടെ മാനസിക സ്ഥിതി ശരിയല്ലാത്ത കുറേ പെൺകുട്ടികളും. ആക്കിനാട്ടുകാരെ ഞങ്ങളുടെ സൈഡ് ദേവത പറമ്പ് കല്ലുമല സൊസൈറ്റി നിൽക്കുന്ന ഭാഗങ്ങൾ, അവിടുന്ന് വന്ന് കല്ലുമല ചന്തയുടെ ഏരിയയിൽ നിന്ന്, പഴയ ചന്തയുടെ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഗുരുമന്ദിരത്തിൻ്റെ ചുറ്റും കല്ലുമലയിൽ കുരിശുമൂടിൻ്റെ പുറകുവശം ഏരിയ മൊത്തം ഓരോ വീടുകളിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു ഏരിയ, ഒരു നാട് മുഴുവനുമാണ് പ്രശ്നങ്ങൾ. നമ്മൾ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പണ്ട് കഥകളിലൊക്കെ കേട്ടോ ഒരു നാട്ടിൽ മുഴുവനും പ്രശ്നങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കല്ലുമലയിൽ അത് ശരിയാണ്. ഒരു നാട് മുഴുവനുമാണ് ഞങ്ങളുടെ നാട്ടിൽ കല്ലുമലയിൽ പ്രശ്നങ്ങളുള്ളത്. നിന്ന നിൽപ്പിൽ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഓരോ ഹെൽത്ത് പ്രോബ്ലം വന്ന് പ്രശ്നത്തിലോട്ട് വീഴുന്നു. നിന്ന നിമിഷത്തിൽ ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നു. അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സൂയിസൈഡ് ചെയ്യുന്നു. അപകട മരണങ്ങൾ, പിന്നെ മാനസികാവസ്ഥ തകർന്ന ലെവലിലുള്ള ജീവിതം, അതെല്ലാം ഞങ്ങളുടെ ആ ഏരിയ മുഴുവനും കല്ലുമല ഏരിയയിൽ നിന്ന് പറയാം. ആക്കിനാട്ടുകാര എന്ന് പറയുന്നില്ല, ഞങ്ങളുടെ കല്ലുമല ഏരിയയിൽ മാത്രം. അത് ജാതി നോക്കേണ്ട കാര്യമില്ല. ഈഴവരാണ് ഞങ്ങളുടെ കല്ലുമലയിൽ കൂടുതലുള്ളത്. ഈഴവരുടെ കുടുംബങ്ങളിലും ക്രിസ്ത്യൻസിൻ്റെ കുടുംബങ്ങളിലും നായരുടെ കുടുംബങ്ങളിലും പിന്നെ താഴെയുള്ള ഏരിയയിലുള്ള കുറേ ആളുകൾക്കും, ഇങ്ങനെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. കല്ലുമലയിൽ എന്താണ് കാരണമെന്ന് ആർക്കും അറിയുന്നില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നറിയുന്നില്ല. അതിനൊരു പ്രതിവിധി നടത്തുവാനോ എന്തെങ്കിലും പൂജാതി കർമ്മങ്ങളോ അല്ലെങ്കിൽ അതിനെന്താണ് കാരണങ്ങളൊക്കെ അറിവുള്ള ആളുകൾക്ക്, സിക്സ്ത് സെൻസ് ഉള്ള ആളുകൾക്ക് ചിലപ്പം കഴിഞ്ഞിരിക്കും എന്താ കാരണമെന്ന് കണ്ടുപിടിക്കാൻ. പക്ഷേ ഈ സംഭവങ്ങൾ വർഷങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ഏകദേശം 50 വർഷം മുമ്പ് മുതൽ തിരിഞ്ഞ് നോക്കിയാൽ 50 വർഷം മുമ്പ് മുതലേ ഈ സംഭവങ്ങൾ ഈ കല്ലുമല ഏരിയയിൽ ഇത് നടക്കുന്നുണ്ട്. പണ്ട് ആളുകൾ പറയുന്നുണ്ട് ബിഷമൂർ കോളേജ് നിൽക്കുന്ന സ്ഥലമൊക്കെ പണ്ട് ശ്മശാനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റാണോ എന്താണോ അറിയുന്നില്ല. കല്ലുമല ഏരിയ മൊത്തം ഒരു ദുരൂഹത നിറഞ്ഞ ഇതുപോലത്തെ അപകട മരണങ്ങളും ആത്മഹത്യകളും അസുഖങ്ങളും രോഗങ്ങളും ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഏരിയ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്ലുമലയിലുള്ള എല്ലാവരും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതെന്താണ് കാരണം, അതിനെന്താണൊരു പ്രതിവിധി, ഇനിയും അടുത്ത ജനറേഷന് ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം എന്ന് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. കാര്യം നിങ്ങൾക്കോരോരുത്തർക്കും കല്ലുമലയിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ കല്ലുമല കുരിശുമൂടിൻ്റെ ബാക്ക് തൊട്ട് കല്ലുമല സൊസൈറ്റി ഏരിയ, കല്ലുമല തെക്കേ മുക്കിന് പ്രസൻറ്റ് മാർക്കറ്റ് ഏരിയ, അവിടുന്ന് അങ്ങോട്ട് വന്ന് ITയുടെ സൈഡ്, അവിടുന്ന് ആക്കിനാട്ടുകാരെ കഴിഞ്ഞ് കാവിൻ്റെ ഭാഗത്ത് വന്ന് മുകളുപറമ്പ് ഭാഗത്ത് വന്ന് തിരിഞ്ഞ് ഞങ്ങളുടെ കല്ലുകടവ് ഭാഗത്ത് വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കോളേജിൻ്റെ തെക്ക് വശത്തുള്ള കോളേജിൻ്റെ താഴെ ഭാഗത്തും ഈ കുരിശുമൂടിന് ബാക്കിലുള്ള എല്ലാ ഏരിയയിലെയും ഓരോ വീടും നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓരോ വീടും നിങ്ങൾ ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അത് വേറെ ഒരു നാട്ടിലില്ലാത്തൊരു സംഭവമാണ് ഈ കല്ലുമല നാട്ടിൽ മാത്രമുള്ളത്. അതിന് നിങ്ങൾ ആരെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൂജ കാര്യങ്ങളോ എന്ത് കാര്യം, അത് ജാതിമത ഭേദമന്യേ എല്ലാവരും ചേർന്ന് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞാനും അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കോൺട്രിബ്യൂഷനും ചെയ്യാൻ ഞാനും തയ്യാറാണ്. കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അത് സ്റ്റഡി ചെയ്യാവുന്ന കാര്യമാണ്. 50 വർഷം മുമ്പ് മുതലേ
എനിക്കിപ്പോൾ 54 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മയുള്ളപ്പം മുതലേ കല്ലുമലയിൽ ഇങ്ങനെ തൂങ്ങി മരണങ്ങളും അപകട മരണങ്ങളും ഈ ആത്മഹത്യയും പിന്നെ മാനസികാവസ്ഥ തെറ്റിപ്പോകുന്നതും അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ആ ദേവതാപ്പറമ്പിൽ കല്ലുമല സൊസൈറ്റി ഏരിയ ആ ഏരിയ ഭാഗങ്ങളിലും എല്ലാം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന ഈ കാര്യം ശരിയോ തെറ്റോ എന്നോ നിങ്ങൾ ഓരോരുത്തരും സ്റ്റഡി ചെയ്യുക, പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്ക് ഒരു വേണ്ട കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഓരോ വീട്ടിലെ അപകട മരണങ്ങൾ, ഞങ്ങളുടെ അപ്പുറത്തെ കമ്പനിക്കകത്ത് തന്നെ ഒരു അപകട മരണമുണ്ടായി. ഒരു ചേച്ചി മെഷീനകത്ത് പോയി തലയർത്ത് മരിച്ചു. അങ്ങനെ ഓരോരുത്തടത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്റ്റഡി ചെയ്ത് നോക്കൂ, നമുക്കറിയാൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങൾ, സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളല്ല അവിടെയൊക്കെ ഓരോ വീട്ടിലുള്ള ആളുകൾക്കുണ്ടാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നത് സത്യമാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. അതിനു വേണ്ട ഒരു പ്രതിവിധി ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാനും വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.